ഫൈസൽ മലബാർ ആദില നൂറ വിഷയം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർക്കായി ഞാൻ ചുരുക്കി ഒന്ന് പറയാം. അതായത് ഫൈസൽ മലബാറിന്റെ പെരവാസ്തുതിക്ക് ആദില നൂറ പങ്കെടുത്തതിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അത് വളരെയധികം ചർച്ചാ വിഷയമായി. പിന്നീട് അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റും കൂടി ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അതുപോലെ തന്നെ ആദില നൂറ അവരുടെ ഭാഗത്തു നിന്നും ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിരുന്നു. ആദ്യം തന്നെ നമുക്ക് ഫൈസൽ മലബാറിന്റെ പോസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ആദിലയും നൂറയും സംബന്ധിച്ച വിഷയത്തിൽ എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. കോടതിയും ഗവൺമെന്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണമെന്നും അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്നും ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു. അതിനാൽ അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാതെ അവരെ തടസ്സപ്പെടുത്തുകയോ വിമർശിക്കുകയോ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ വിമർശിച്ച് ഹറാസ്മെന്റ് നടത്തുകയോ ചെയ്യുന്നത് ശരിയല്ല. ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും വ്യക്തി നിയമത്തിന്റെയും ബഹുമാനം ഏതൊരു മതപരിധിയിലും അതീതമായൊരു അടിസ്ഥാന മനുഷ്യ നന്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൗസ് വാമിംഗ് ചടങ്ങുകൾക്കായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ തെറ്റിദ്ധാരണകളും വിവാദങ്ങളും ഒരിക്കലും എൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ഉണ്ടായിരുന്നില്ല. ഒരു തെറ്റിദ്ധാരണയില്ല. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോട് സഹകരിക്കുന്നില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമന്റ് ഒക്കെ വന്നപ്പോൾ പുള്ളിക്കാരൻ നൈസായിട്ട് പേടിച്ചു. അങ്ങനെ കളം മാറ്റി ചവിട്ടി എന്ന് പറയുന്നതാണ് ഇച്ചിരും കൂടി ശരിയാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയുന്നത്, അവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും ഞാൻ പൂർണ്ണമായും ബഹുമാനിക്കുന്നു. അവർക്കെതിരായ അനാവശ്യ വിമർശനങ്ങളും ഹെയ്റ്റ് ക്യാപ്ഷനുകളും അവസാനിപ്പിക്കണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. അവർ സമാധാനത്തോടെ ആരുടെയും ഭീഷണിയോ സമ്മർദ്ദമോ കൂടാതെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം ലഭിക്കണം. ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും ബഹുമാനിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ മൂല്യം. ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പിന്തുണച്ച എല്ലാ സുഹൃത്തുക്കളെയും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. ആദില നൂറയോടും LGBTQ വിഭാഗത്തിനോടും ക്ഷമ പറയുന്നതായിരുന്നു കുറിപ്പിന്റെ ഉള്ളടക്കം. പിന്നെ കുറിപ്പിൽ കണ്ട മറ്റൊരു കാര്യമാണ് നിയമവും ഗവൺമെന്റും അംഗീകരിച്ചിട്ടുള്ള അവരുടെ ബന്ധം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന്. ഇവിടെ ഫൈസൽ LGBTQവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല വിഷയം. അത് അയാളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. മറിച്ച് LGBTQ വിഭാഗത്തിൽപ്പെട്ട ആദിലയും നൂറയും പരിപാടിയിൽ ക്ഷണിച്ച് അവർക്ക് ആതിഥ്യ മര്യാദയൊക്കെ കൊടുത്ത് അവരോടൊപ്പം ഫോട്ടോയൊക്കെ എടുത്ത് അവരെ സന്തോഷകരമായി ഫുഡൊക്കെ കഴിപ്പിച്ച് പറഞ്ഞു വിട്ടിട്ട് തൊട്ടടുത്ത നിമിഷം തന്നെ അവരെ അധിക്ഷേപിച്ചുള്ള കുറിപ്പ് ഫേസ്ബുക്കിലിട്ടാൽ ശുദ്ധമായ പോക്കിരിത്തരം എന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫൈസൽ ആത്മാർത്ഥമായ പശ്ചാത്താപം കൊണ്ട് അവർക്ക് ഫേവർ ചെയ്തുകൊണ്ടൊരു കുറിപ്പിട്ടു. അത് വളരെ നല്ലൊരു കാര്യം. ഇനി ആദില നൂറ ഇട്ട കുറിപ്പും കൂടി നമുക്കൊന്ന് കാണാം. We were invited to Faisal Malbar's housewarming and we attended with respect and goodwill, not as influencer, not for payment and not for publicity. We went because an invitation was personally extended to both of us and we believed it came from a place of kindness. അതായത് ആദില നൂറയ്ക്ക് ഫൈസൽ മലബാറിന്റെ പെരവാസ്തുലിൽ പങ്കെടുക്കാനുള്ള ക്ഷണം കിട്ടി. പക്ഷെ അവർ പങ്കെടുത്തത് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടോ കാശിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പ്രശസ്തിക്ക് വേണ്ടിയോ അല്ല. അവർക്ക് ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ ഫൈസൽ മലബാറിന്റെ സന്തോഷത്തിൽ പങ്കുചേരണമെന്ന് തോന്നി. At an event, we were welcomed warmly. Our names are called out, photos are taken, and we were treated with genuine hospitality. There was never any indication that our presence was an issue and we were unwanted. അതായത് അവരവിടെ എത്തിയപ്പോൾ അവരുടെ പേരൊക്കെ വിളിച്ചു, ഫോട്ടോസൊക്കെ എടുത്ത് അവരെ ആതിഥ്യ മര്യാദയോടെ സൽക്കരിച്ചു. അവർക്ക് തോന്നിയില്ല അവരുടെ പ്രസൻസ് അവിടെ ഒരു പ്രശ്നമാണെന്നോ അവരെ വേണ്ടായിരുന്നെന്നോ എന്ന്. അതാണ് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. But the next day, seeing a public statement implying that inviting two girls was a mistake and that accepting us sent a wrong message to the society were deeply disappointing. അതായത് അടുത്ത ദിവസം അവരൊരു കുറിപ്പ് കണ്ടു.
ഈ LGBTQ വിഭാഗത്തിൽപ്പെട്ട 2 പെൺകുട്ടികളെ വിളിച്ചത് തെറ്റായിപ്പോയി. സൊസൈറ്റിക്ക് ചീത്തയായ മെസ്സേജ് കൊടുത്തു. ഇതാണ് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഫൈസൽ മലബാർ തന്റെ തെറ്റ് മനസ്സിലാക്കി സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ടിരുന്നു. അത് നമ്മൾ കൈയടിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം തെറ്റാണെന്ന് മനസ്സിലാക്കി അത് ക്ഷമാർപ്പണം നടത്തുമ്പോഴാണല്ലോ മനുഷ്യന്റെ ജീവിത വിജയം ലഭ്യമാകുന്നത്. അതിൽ ഫൈസൽ വിജയിച്ചിട്ടുണ്ട്. എന്തായാലും പുതിയൊരു ടോപ്പിക്കുമായി കാണും വരെ ബൈ ബൈ.